സി കെ ശശീന്ദ്രൻ, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ രാഷ്ട്രീയ പ്രസംഗം എടുത്ത് നോക്കിയാൽ മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയോ അങ്ങനെ നേരിട്ട് പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് കേട്ട പതിവില്ല. ഇന്ന് ആ പതിവ് തെറ്റിക്കുന്നു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും അഴിമതി ആരോപണ നിഴലിലാണെന്ന് മാസപ്പടി ഉന്നയിച്ച് പറയുന്നു, കരുവന്നൂർ പറയുന്നു, സ്വർണ്ണക്കടത്ത് പറയുന്നു. അപ്പോൾ ഇതുവരെ കണ്ടതല്ല. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. ഒരു മാപ്പ് സാക്ഷിയുടെ വാക്കുബലത്തിൽ മാത്രം ഇപ്പോഴും ജയിലിൽ കിടക്കണം. ഇന്നും അദ്ദേഹത്തിന് ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാവുന്നില്ല. കുറച്ചുകൂടി ഗൗരവത്തിൽ ആ വിഷയത്തെ BJP സമീപിച്ചു തുടങ്ങി എന്ന് ഭയക്കേണ്ടതുണ്ടോ സി കെ ശശീന്ദ്രൻ? കേരളത്തിലെ ജനങ്ങൾക്കും ഒരു ഭയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, മോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനാകെ മാതൃകാപരമായ, ലോകം തന്നെ ശ്രദ്ധിക്കുന്നൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിന് നേതൃത്വം കൊടുക്കുന്ന CPM കടന്നാക്രമിക്കുക, അതുപോലെ തന്നെ CPM കടന്നാക്രമിക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്ന ശൈലിയാണ് പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കഥകൾ നേരത്തെ ഉണ്ടായിരുന്നു. രണ്ടാം തവണ 2021 ഇലക്ഷനിൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കഥകളാണ്, ഞെട്ടിക്കുന്ന കഥകളല്ലേ വിളിച്ചെത്തു വന്നിരുന്നത്. കേരളം അത് തള്ളിക്കളഞ്ഞില്ലേ? ബിരിയാണി ചെമ്പ്, എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ അതാരും ഓർക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു ഭയവുമില്ല, ഒരു തെല്ലു ഭയമില്ല. ഞങ്ങളെ വരട്ടാനും നോക്കണ്ട. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് അതൊന്നും കേരളത്തിൽ ചെലവഴിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കേരളം മതനിരപേക്ഷതയുടെ ശരിയോടൊപ്പം നടക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ നാടുകൂടിയാണ് കേരളം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനാണ് കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പോർമുഖത്താണ്. ശരിയാണ്, ഇതൊരു തെരഞ്ഞെടുപ്പ് പോർമുഖത്ത് എന്ന് പറയുകയാണ്. താങ്കൾ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തൊക്കെ പലയാവർത്തി ഉന്നയിച്ചാണ്. പക്ഷേ പ്രധാനമന്ത്രി പറയുന്ന കാര്യത്തിൽ സ്വർണ്ണക്കടത്ത് ഇവിടെ ഉണ്ടായിട്ടില്ലേ? ശരിയാണ്, പല അന്വേഷണം, പക്ഷേ ഇവിടെ ഉണ്ടായിട്ടില്ലേ? കരുവന്നൂരിൽ സാമ്പത്തിക തട്ടിപ്പ് ഇവിടെ ഉണ്ടായിട്ടില്ലേ? മാസപ്പടിയിൽ CMR കരിമണൽ കർത്തായിൽ നിന്ന് പണം വാങ്ങി ഇവിടെ ഉണ്ടായിട്ടില്ലേ? രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞ ചില സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിക്ക് എന്താ പങ്ക്? അതല്ലേ വിഷയം. CPM-ന് എന്താ പങ്ക്? നിങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ തന്നെയാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിന് വിരോധമില്ല. കാരണം അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ കരുവന്നൂരിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ, കരുവന്നൂരിൽ നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് ശക്തമായ നടപടിയല്ലേ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ വന്നിട്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. കരുവന്നൂരിൽ ആളുകളുടെ പൈസ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 51 കോടി രൂപ മാത്രമാണ് ഇനി കൊടുക്കാനുള്ളത്. 10,622 നിക്ഷേപകർക്ക് 116.2 കോടി രൂപ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ 9,216 പേർ 198 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം പുതുക്കിയിരിക്കുകയാണ്. ആളുകൾ വിശ്വാസത്തിലെടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റിനെ. അതാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ പണം കിട്ടാതെ മരിച്ചുപോയവരോ ശശീന്ദ്രൻ? ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ കരുവന്നൂർ മാത്രമേ വിഷയം നിർത്തണ്ട, പക്ഷേ അവിടെ പണം കിട്ടാതെ മരിച്ചുപോയവരോ, അവിടെ പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നവരോ, അവിടെ പണം കിട്ടാതെ ദുരിതപ്പെട്ടവരോ, ഇതെല്ലാം പിടിച്ച് ഇലക്ഷൻ ആയപ്പോഴേക്ക് പണമെല്ലാം തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? ഇല്ലല്ലോ, അവരുടെ പേരിൽ നടപടി സ്വീകരിക്കില്ലേ. തെറ്റ് ചെയ്താൽ എന്താ നമ്മൾ ചെയ്യാൻ കഴിയുക? ഭരണഘടനയനുസരിച്ച് തെറ്റ് ചെയ്തവരെ എന്ത് ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടകളുണ്ടാണല്ലോ ഭരണഘടനയിൽ അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തെറ്റ് ചെയ്തവരെ എങ്ങനെയാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്? ആ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു കേരളത്തിലെ ഗവൺമെൻറ്. രണ്ടാമത്തെ കാര്യം എന്താണ്? തെറ്റ് ചെയ്തവരുടെ ഭാഗമായിട്ട് പാവപ്പെട്ട നിക്ഷേപകർ ബുദ്ധിമുട്ടാൻ വേണ്ടി പാടില്ല. അവർക്ക് കഴിയാവുന്നത്ര വേഗത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്യാൻ കഴിയാവുന്നത്ര ഇടപെട്ടുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് വളരെ വിനയത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ തെറ്റ് ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയ് മല്യയെ ഇന്റർപോളിൻ്റെ സഹായം തേടി തിരിച്ചു കൊണ്ടുവരാലോ. എന്താ നിങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നത്? അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിലൂടെ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ള വജ്ര വ്യാപാരി നീരവ് മോദി എവിടെയാണുള്ളത്? പ്രധാനമന്ത്രി വിചാരിച്ചാൽ അവരൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ലേ? കോർപ്പറേറ്റുകളുടെ കൂടിയാണ് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണകക്ഷി. ആ തട്ടിപ്പൊന്നും മൂടി വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് 10,000 കണക്കിന് സഹകരണ സ്ഥാപനങ്ങൾ നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു നാടാണ് കേരളത്തിൻ്റെ സഹകരണ സ്ഥാപനം.
അതിൽ ഒന്നോ രണ്ടോ ബാങ്കുകൾക്ക് പറ്റിയ തെറ്റുകളെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാര്യങ്ങൾ കാണേണ്ടതില്ല. അതിൻ്റെ തെറ്റ് തന്നെയാണ് കാശ്മീർ. അതിൽ കാര്യത്തിൽ ഞങ്ങളില്ല. അതുകൊണ്ടാണ് അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. ആ തെറ്റ് ചെയ്തവരുടെ പേരിൽ കേസെടുത്ത് അവരെ ശിക്ഷിച്ചാൽ പാവപ്പെട്ടവരുടെ നിക്ഷേപങ്ങൾ തിരിച്ചു കിട്ടില്ല. അതിന് നടപടി സ്വീകരിക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. 10 സഹകരണ ബാങ്കുണ്ട് BJP നേതൃത്വം നടക്കുന്ന കേരളത്തിൽ. അല്ലെങ്കിൽ BJP നേതൃത്വം പറയണം. അതിൽ 7 സഹകരണ ബാങ്കുകളും ക്രമക്കേടല്ലേ. അതിൽ കാസർഗോഡ് മിഗു സഹകരണ ബാങ്കിലെ ഗുരുതരമായ ആരോപണത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളുടെ അച്ഛൻ 1.5 ലക്ഷം രൂപ കടമെടുത്തു. അവർ കള്ളരേഖ ഉണ്ടാക്കി അത് 16 ലക്ഷമാക്കി മാറ്റി, 13 ലക്ഷമാക്കി മാറ്റി. ആ തുക തിരിച്ചടച്ചു. ഇനി 6 ലക്ഷം കൂടി അടച്ചാലേ പലിശയൊക്കെ ആയിട്ട് തുക കിട്ടുന്നല്ലേ പറയുന്നത്. അത് വിജിലൻസ് അന്വേഷണത്തിലല്ലേ. അപ്പോൾ BJPയുടെ ഇത്തരം തെറ്റുകൾ മൂടി വെക്കേണ്ട കാര്യമുണ്ടോ? ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. കരുവന്നൂരിലെ തെറ്റിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നേ ഇല്ല. അത് രാജ്യത്തിനും നമുക്കൊക്കെ പ്രയാസം ഉണ്ടാക്കിയതാണ്. എന്താണ് ഒരു തെറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന നടപടി? ആ നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ലേ നോക്കുന്നത്. അത് പ്രസിദ്ധീകരിച്ചിട്ടാണോ നടപടി ഉണ്ടായിരിക്കുന്നത്?